ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ എന്താ ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? കുറച്ച് റിലേഷൻസും പിന്നെ ആ റിലേഷൻസ് എങ്ങനെയാണ് ഫങ്ഷൻസ് ഒക്കെ ആയി മാറുന്നത് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിവിഷനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്താണ് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോകാം. നമ്മുടെ ഫസ്റ്റ് എന്താണ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏതാണ്ടാ ഇവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. എന്താണ്ടാ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് എന്താണ് മക്കളെ, എ എന്ന് പറയുന്ന സെറ്റ് 1 2 3യും അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്ടാ 4 4 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണ്. എന്താണ്ടാ എ ക്രോസ് ബി, അതായത് എയിൽ നിന്ന് ബിയിലേക്ക്. എന്താണ്ടാ മക്കളെ, എയിൽ നിന്ന് ബിയിലേക്ക്. അത് വളരെയധികം എളുപ്പമാണ്. ആദ്യം നമ്മൾ എന്താണ് 1നെ 4 ആയിട്ട് പെയർ ചെയ്യും. 1 4 ഏതാണ്ടാ 1 4. ഫസ്റ്റ് വൺ ഏതാണ്ടാ ഫസ്റ്റ് വൺ 1 4. അടുത്ത നമ്മൾ ആരെ പെയർ ചെയ്യും? 2വിനെ എന്ത് ചെയ്യും, 4 ആയിട്ട് പെയർ ചെയ്യും. 3 എന്ത് ചെയ്യും, 4 ആയിട്ട് പെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് എഴുതും? നമ്മൾ 1 4 കഴിഞ്ഞു, 2 4, നെക്സ്റ്റ് 1 3 4. 1 4 2 4 3 4 കഴിഞ്ഞു. അടുത്ത വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ 1ഉം 2ഉം 3ഉം ആരുമായിട്ട് പെയർ ചെയ്യാം? 5 ആയിട്ട് എന്ത് ചെയ്യണം, പെയർ ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1 4 1 4 അല്ല 1 5 1 5 2 5 അതുപോലെ എന്താണ് മക്കളെ 3 5. അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി. എന്താണ് മക്കളെ, എ ക്രോസ് ബി. ഇനി തിരിച്ച് ബി ക്രോസ് എ നമുക്ക് എഴുതാം. ബി ക്രോസ് എ ആണെങ്കിലോ, ബി ക്രോസ് എ ബിയിൽ നിന്ന് എയിലേക്ക്. അപ്പോൾ ബിയിലെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് ആരാണ് ഇവിടെ? 4 ആണ്. 4 1ആയിട്ടൊരു പെയർ വരും, 2 ആയിട്ടും 3 ആയിട്ടും എന്ത് ചെയ്യും, ഒരു പെയർ ഉണ്ടാക്കും. അപ്പോൾ 4 1 4 2 4 3. ഏതാണ്ട 4 1 4 2 4 3. അതുപോലെ ഇവിടെ 5 ഇതുപോലെ എന്താണ് പെയർ ഉണ്ടാക്കും. 1ഉമായിട്ടും 2 ആയിട്ടും 3 ആയിട്ടും എന്ത് ചെയ്യും, പെയർ ഉണ്ടാക്കും. അപ്പൊ എന്താ കൂടാതെ മക്കളെ 5 1 5 2 5 3. അപ്പൊ ഈ എ ക്രോസ് ബിക്ക് അകത്ത് ഉണ്ടാകുന്ന ഓരോ എലമെന്റിനെയും നമ്മൾ പറയുന്ന പേരാണ് ഓർഡേഡ് പെയർ. എന്ത് പറയും? ഓർഡേഡ് പെയർ. ഈ ഒരു സാധനം ഇതിനെ നമ്മൾ എന്ത് പറയണ? ഓർഡേഡ് പെയർ. എന്ത് പറയണ? ഓർഡേഡ് പെയർ. ഓർഡേഡ് പെയർ എങ്ങനെയാണ്? ആദ്യം എന്ത് ചെയ്യും, ഒരു ഓപ്പൺ ബ്രാക്കറ്റ്. ആദ്യം എന്താണ്ടാ, ഒരു ഓപ്പൺ ബ്രാക്കറ്റ്. അതിനകത്ത് എന്ത് കാണും? രണ്ട് എലമെന്റുകൾ കാണും. ഏതാണ്? എയും ബിയും. എന്താണ്ട? എയും ബിയും. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റും ബി എന്ന് പറയുന്നത് എന്താണ്ട? ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റും ആയിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയുക? ഓർഡേഡ് പെയർ. എന്ത് പറയുക? ഓർഡേഡ് പെയർ. അപ്പോ രണ്ട് ഓർഡേഡ് പെയറാണ് എ ബി. എ ബി ഒരു ഓർഡേഡ് പെയറാണ്. അതുപോലെ എന്താണ് സി ഡി എന്താണ്? ഒരു ഓർഡേഡ് പെയറാണ്. ഈ രണ്ട് ഓർഡേഡ് പെയർ പരസ്പരം ഈക്വൽ ആണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആരാണ്? ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എ. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആരാണ്? സി അല്ലേ. അപ്പോൾ എയും സിയും എന്തായിരിക്കും? എയും സിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് ആരാണ്? ബി. ഇവിടെ അതാരാണ്ട? ഡി ആണല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ബി ഈക്വൽ ടു എന്തായിരിക്കും? ബി ഈക്വൽ ടു ഡി ആയിരിക്കും. അപ്പൊ രണ്ട് ഓർഡേഡ് പെയർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? ഈക്വൽ ആയിരിക്കും. അതുപോലെ സെക്കൻഡ് എലമെന്റും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതിന് എന്താണ് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ചോദിച്ചിരിക്കും. നോക്കിക്കോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് പ്ലസ് ഓർഡേഡ് പെയർ എക്സ് പ്ലസ് 1 y minus 2 ഈക്വൽ ടു ഓർഡേഡ് പെയർ 3 1. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വൈഡ് എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഓർഡേഡ് പെയർ ആരാണ്? എക്സ് പ്ലസ് 1. ഇവിടുത്തെ ഫസ്റ്റ് ആരാണ്ട മക്കളെ? 3 ആണല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. 3 മൈനസ് 1 നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. അതുപോലെ എന്താണ് അടുത്തത്? ബിക്ക് വരെ ഇവിടെ ആരാണ്? ബിക്ക് പകരം y മൈനസ് 2 അല്ലേ. അപ്പം y മൈനസ് 2 ഈക്വൽ ടു ഇവിടെ ബിക്ക് വരെ വരാണ്ട മക്കളെ? ബിക്ക് പകരം 1 ആണ്. അപ്പം y മൈനസ് 2 ഈക്വൽ ടു 1. നമുക്ക് y അല്ലേ വേണ്ടത്. അപ്പം മൈനസ് 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് 2 ആവും അല്ലേ. 1 പ്ലസ് 2 എത്ര വേണ്ട മക്കളെ? 3 എന്ന് കിട്ടും. എന്ത് കിട്ടും? 3. അപ്പം എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. എക്സാമിന് എന്താണ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം മക്കളെ വീണ്ടും അവിടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 2x by 5 plus 1, y minus 3 by 4 ഈക്വൽ ടു ഓർഡേഡ് പെയർ 1 by 5, 1 by 4. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. അതായത് ഈ ഓർഡേഡ് പെയറിൽ ഇവിടുത്തെ ഫസ്റ്റ് പാർട്ട് ആരാണ്ട? ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ 2x plus 1 ആണല്ലേ. 2x by 5 plus 1ഉം ഇവിടുത്തെ ഫസ്റ്റ് പാർട്ട് ആരാണ്? 1 by 5. അത് രണ്ടും എന്തായിരിക്കും മക്കളെ? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? 2x by 5 plus 1 ഈക്വൽ ടു
പ്ലസ് 1 ഈക്വൽ ടു 1/5 എന്ന് എഴുതാം. എഴുതിക്കൂടെ? നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? 1നെ വേണമെങ്കിൽ എന്തെഴുതാം? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് 1നെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 5/5 എന്ന് എഴുതാം. എന്തെഴുതാം? 5/5. ഓക്കെ, കാരണം 1 ആയതുകൊണ്ട് 5/5 എന്താണ്ട 1 അല്ലേ? ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ എളുപ്പമായി. ഡിനോമിനേറ്റർ ആരാണ്? 5 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, ന്യൂമറേറ്റർ അങ്ങ് ആഡ് ചെയ്യുക. 2x + 5. 2x + 5 ഈക്വൽ ടു 1/5 എന്നിട്ട് ഇവിടെ 1/5. രണ്ടിടത്തും /5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി 2x + 5 ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. നമുക്ക് എക്സിലാണ് വേണ്ടത്. അപ്പോൾ 2x അവിടെ നിൽക്കട്ടെ. ഈ +5 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഈ +5 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അത് മൈനസ് ആവും. അപ്പോൾ 1 - 5. 1 - 5 എത്രയുണ്ടാവും മക്കളെ? ആൻസർ 1 - 5 എന്ന് പറഞ്ഞാൽ -4 ആണ്. നമുക്ക് എക്സ് മതി. അപ്പോൾ ഇൻറ്റു തേക്കണ എന്താണ്? ഈ പറയുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവണം മക്കളെ? ഡിവൈഡ് ആവും. അപ്പോൾ x ഈക്വൽ ടു -4/2. -4/2 എത്രയാണ്? വെട്ടിപ്പോയിട്ട് നമുക്ക് -2 എന്നുള്ള ആൻസർ കിട്ടൂടാ. എളുപ്പമല്ലേ? അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്? എക്സിൻ്റെ വില -2 എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് ആരെ വേണം? y വേണം. അപ്പോൾ ഈ y കൊണോൺട്രപ്പി വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. രണ്ടാമത്തെ സാധനമാണ് കേട്ടോ. y - 3/4 ഇവിടുത്തെ രണ്ടാമത്തെ പാർട്ട് 1/4 അല്ലേ? അപ്പോൾ ഇത് രണ്ടുമാണ് ഈക്വൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? y - 3/4 ഈക്വൽ ടു 1/4. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? y/1 എന്ന് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? അങ്ങ് ക്രോസ് ചെയ്യാം അല്ലേ? ഇതിന് ഇതുമായിട്ട് ഇൻറ്റു ചെയ്യുക, മൈനസ് ഇത് ബൈ ഇത്. സ്റ്റാർട്ട് ചെയ്യാം. y × 4 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 4y മൈനസ് അടുത്ത 1 × 3. 1 × 3 എത്രയാണ്? 3/1 × 4. 1 × 4 എത്രയാണ് മക്കളെ? 4 ഈക്വൽ ടു 1/4. രണ്ടിടത്തും താഴോട്ട് തൂങ്ങി കിടക്കുന്നത് ആരാണ്? 4 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ തൂങ്ങി കിടക്കുന്ന 4നെ എന്ത് ചെയ്യാം? അങ്ങ് വെട്ടിത്തള്ളാം. 4 ഉം 4 നമുക്ക് ഞാൻ എന്ത് ചെയ്ത് അങ്ങ് വെട്ടിത്തള്ളി. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 4y - 3 ഈക്വൽ ടു എന്താണ് മക്കളെ? 1. നമുക്ക് 4y മതി. അപ്പോൾ -3 അപ്പുറത്ത് പോകുമ്പോൾ +3, 1 + 3. അപ്പോൾ 4y ഈക്വൽ ടു 3 1 4. നമുക്ക് y മതിയല്ല. ഇൻറ്റു 4 അപ്പുറത്ത് പോകുമ്പോൾ എന്താ കൂടെ മക്കളെ? ഡിവൈഡ്. 4/4 എത്ര കിട്ടും? 1 കിട്ടും. എന്ത് കിട്ടും? 1. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ് മക്കളെ? എക്സിൻ്റെ വില -2ഉം വൈയുടെ വില എന്ത് കിട്ടി? നമുക്ക് 1 എന്നുള്ളൊരു ആൻസർ കിട്ടി. നമ്മൾ അടുത്ത ദിവസം നോക്കടാ. ഇഫ് p ഈക്വൽ ടു 432 എന്താണ്? p എത്രയാണ്? p എന്ന് പറഞ്ഞാൽ 4 3 2. q എന്താണ്? q ഞാൻ അപ്പുറത്ത് എഴുതാം. q എന്താണ്? സെറ്റ് 5 ആണ്. ഫോം ദി സെറ്റ് p ക്രോസ് q. നമുക്ക് എന്താണ്? p എന്ത് ചെയ്യണം? q ആയിട്ട് എന്താണ്? ക്രോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ക്രോസ് ചെയ്യാൻ അറിയാമല്ല. അപ്പോൾ p എന്ത് ചെയ്യണം? q ആയിട്ട് നമ്മൾ എന്താണ്? ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ p ഇങ്ങോട്ടാണ് കണക്ഷൻ പോകുന്നത്, ഇങ്ങോട്ട്. അപ്പോൾ 4 5 3 5 2 5. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ? സെറ്റ് 4 5 3 5 2 5. അടുത്ത് നമുക്ക് q ക്രോസ് p വേണം. അപ്പോൾ എന്ത് ചെയ്യണം? q എന്ത് ചെയ്യണം? പിയിലോട്ട് വന്ന് എന്ത് ചെയ്യണം? അത് ഒരു കണക്ഷൻ വെക്കണം, ഒരു സൊനാപ്പി വെക്കണം. അറിയാമല്ല? ആ സൊനാപ്പി എങ്ങനെ വരും? 5 × 4 5 4 5 3 5 2. അപ്പോൾ ആൻസർ പറഞ്ഞോടാ മക്കളെ. 5 4 5 3 5 2. അതാണ് q ക്രോസ് p. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ആർ ദീസ് 2 പ്രോഡക്റ്റ് ഈക്വൽ? ഇത് രണ്ടും ഈക്വൽ ആണോ? രണ്ടും ഈക്വൽ ആണ്. കണ്ടിട്ട് ഈക്വൽ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും എന്തല്ല? ഈക്വൽ അല്ല. ഇവിടെ ഉള്ളത് ആര്? 4 5. ഇവിടെ ഉള്ളത് ആര്? 5 4. രണ്ടും ഒരുപോലെ അല്ല. ഇവിടെ 3 5. ഇവിടെ ആരത്? 5 3. ഒരുപോലെയാണ്? അല്ല. ഇവിടെ 2 5. ഇവിടെ പക്ഷേ ഇതാണ് 5 2. അതായത് ഇത് രണ്ടും എന്തല്ല? p ക്രോസ് ക്യൂവും അതുപോലെ എന്താണ്? q ക്രോസ് p എന്തല്ല? ഈക്വല് അല്ല. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതി എന്ത് ചെയ്യുക? കൺക്ലൂഡ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം നോക്കിക്കണ്ട. ഇഫ് a ഈക്വൽ ടു -1, a എന്ന് പറയുന്നതാണ് -1, ഫൈൻഡ് a ക്രോസ് a. a നമുക്ക് എന്താണ്? a ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്തുണ്ടാക്കണമെന്നാണ്. ഓക്കെ, a എന്താണ്? സെൽഫ് ആണ് കേട്ടോ. ഇവിടെ a നമ്മൾ എന്ത് ചെയ്യണം? a ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണമെന്നാണ് പറയണം. നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? -1. നമുക്ക് a ക്രോസ് a അല്ലേ വേണ്ട? a ക്രോസ് a വേണം. a എന്ന് പറഞ്ഞാലാണ്? a എന്ന് പറഞ്ഞാൽ -1, 1 ആണ്. ക്രോസ് വീണ്ടും a എന്ന് പറഞ്ഞാൽ ആര് തന്നെ? -1, 1 തന്നെ. അപ്പൊ ആദ്യം -1നെ എന്താണ്? ആദ്യം നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യും? -1ആയിട്ട് കണക്ട് ചെയ്യും. വീണ്ടും -1 നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യും? 1ആയിട്ട് കണക്ട് ചെയ്യും. സോ അപ്പോൾ ആൻസർ നമുക്ക് എന്ത് വരും? -1, -1.
ഇതൊരു ഓർഡേഡ് പെയർ. അടുത്ത -1, 1 അപ്പോൾ രണ്ടാമത്തേതായി. അപ്പോൾ -1 നമ്മൾ എന്ത് ചെയ്തു? -1 ഈ രണ്ട് എന്താണ് സെറ്റപ്പുകളായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കണക്ട് ചെയ്തു. ഇനി നമുക്ക് 1 എന്ത് ചെയ്യണം? ഇതുപോലെ രണ്ട് സെറ്റപ്പുകളായിട്ട് എന്ത് ചെയ്യണം? വീണ്ടും കണക്ട് ചെയ്യണം. അപ്പോൾ 1 -1, 1 -1 അപ്പോൾ അടുത്ത നമ്മൾ എന്ത് എഴുതും? കോമ 1, -1, അടുത്തത് 1, 1. ഇത്രയാണ് എന്ത്? A ക്രോസ് A. ചോദിക്കാറുണ്ട് മക്കളെ ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോണേ. മക്കൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണ്ട. A ക്രോസ് B തന്നിട്ടുണ്ട്. അതാണ് 1 3 1 5 2 3 2 5 3 3 3 5. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് A ആൻഡ് B. ശ്രദ്ധിച്ചോണേ, ഇതിൽ ഫസ്റ്റ് പറഞ്ഞ എലമെന്റുകളെല്ലാം ആരാണ്? എയിലുള്ളതായിരിക്കും. ഫസ്റ്റ് പറഞ്ഞ എലമെന്റ് എല്ലാം എവിടെ ഉള്ളതായിരിക്കും? കൂടെ എയിലുള്ളതായിരിക്കും. അപ്പോൾ A എന്ന് പറഞ്ഞ ഇവിടെ ആരാണ്? A 1 1 2 1 നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരു 1 പോര്. 2 2 2 2 വേണ്ട, നമുക്ക് ഒരൊറ്റ 2 മതി. 3 3 എന്തിനാ? 2 3 ഒരു 3 മതിയല്ല. അപ്പോൾ A എന്ന് പറഞ്ഞ സെറ്റ് 1 2 3. അടുത്ത ബിയിലോട്ട് വന്നു. ബി രണ്ടാമത് വരുന്ന എല്ലാം ബിയിലുള്ളതായിരിക്കും. 3 5 3 5 3 5. അപ്പം കൂടുതൽ റിപ്പീറ്റ് ഒന്നും വേണ്ട. ഏതാണ്? 3 5. ഏതാണ്? 3 5. എളുപ്പമല്ലേ? A ആയി B ആയി. ഫൈൻഡ് A ക്രോസ് എടാ. വീണ്ടും നമ്മുടെ എയുമായിട്ടാണ് ക്രോസ് ചെയ്യാൻ പറയണം. ഇതിനെ ഇതുമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് മടുക്കും നമ്മൾ. A ക്രോസ് A എന്താണെന്ന് നോക്കിക്കോ. 1 1 അപ്പോൾ 1 1. അടുത്തത് 1 2. ആദ്യം 1 1. അടുത്തത് 1 2. അടുത്തത് 1 3. അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ 2 1 2 2 2 3 2 1 2 2 2 3. അതുപോലെ തന്നെ 3 അല്ലേ? 3 1 3 2 3 3 3 1 3 2 3 3. ഓക്കെ, എഴുതി അങ്ങ് ബാക്കായി പോയിരുന്നു. ഓക്കെ, ഇതാണ് എന്ത്? A ക്രോസ് A. ഇത്രയേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാണ്. ഇഫ് സെറ്റ് A ഹാസ് 3 എലമെന്റ്. എയിൽ എത്ര എലമെന്റ് ഉണ്ട്? അപ്പോൾ N ഓഫ് A എത്രയാണ് മക്കളെ? N ഓഫ് A എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ് ഉണ്ട്. സെറ്റ് B ഈക്വൽ ടു 3 4 5. ബി എന്ന് പറയുന്നത് എന്താ? ബി എന്ന് പറയുന്നത് 3 4 5 ആണ്. ദെൻ ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് A ക്രോസ് B. A ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, N ഓഫ് എയിൽ P എലമെന്റും N ഓഫ് ബിയിൽ Q എലമെന്റും ഉണ്ടെങ്കിൽ N ഓഫ് A ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ P ഇൻറ്റു Q അല്ലെങ്കിൽ PQ എലമെന്റ് കാണും. എത്ര എലമെന്റ് കാണൂടാ? PQ എലമെന്റ്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചോണം. N ഓഫ് എയിൽ P, N ഓഫ് ബിയിൽ Q. അതുപോലെ അങ്ങനെയാണെങ്കിൽ N ഓഫ് A ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും മക്കളെ? P ഇൻറ്റു Q എലമെന്റ് ഉണ്ടാവും. ഇവിടെ N ഓഫ് എയിൽ 3 എലമെന്റ്. N ഓഫ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും മക്കളെ? 1 2 3. ആൻസർ എത്ര? 3. അങ്ങനെയാണെങ്കിൽ A ക്രോസ് ബിയിൽ എത്ര എണ്ണം ഉണ്ടാവും? 3 ഇൻറ്റു 3 എത്ര? 9. ക്ലിയർ ആണോ? വീണ്ടും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഇടാം മക്കളെ. ഇഫ് A ഈക്വൽ ടു, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്, ഇഫ് A ഈക്വൽ ടു സെറ്റ് 0 1 ഫോം ദി സെറ്റ് A ക്രോസ് A നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് കണ്ടുപിടിക്കുക? ആദ്യം A ക്രോസ് A കണ്ടുപിടിക്കുക. A ക്രോസ് A എന്താണ്? 0 1 ക്രോസ് 0 1. അപ്പോൾ നമ്മൾ ആദ്യം 0 0 അപ്പോൾ 0 0. അത് കഴിഞ്ഞ് 0 1 0 1. അടുത്തത് 1 0 അല്ലേ? 1 0. അടുത്തത് 1 1. ഇത്രയാണ് എന്ത്? A ക്രോസ് A എന്ന് പറയുന്നത്. നമുക്ക് A ക്രോസ് A വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും ആരുമായിട്ട് ക്രോസ് ചെയ്യണം? വീണ്ടും 0 1 നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ക്രോസ് ചെയ്യണം. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നോക്കിക്കോണം എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇതാ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 0 0യെ 0 ആയിട്ട്, 0 1നെ 0 ആയിട്ട്, 1 0യെ 0 ആയിട്ട്, 1 1നെ എന്ത് ചെയ്യണം? 0 ആയിട്ട്. അപ്പം എങ്ങനെ വരുമെന്ന് നോക്കിക്കോണേ. ഇതാ നോക്കിക്കോ. 0 0
0 0 1 0 1 0 0 1 1 0. അപ്പം അത് കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? 1ഉമായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരണം. അപ്പോൾ 0 0 സോറി 0 0 അല്ല 0 0 എന്താണ് 1 ഏതാണ് 1 0 1നെ എന്ത് ചെയ്യണം 1 1 0 നമ്മൾ എന്ത് ചെയ്യണം 1ഉമായിട്ട് കണക്ട് ചെയ്യണം. 1 1നെ നമ്മൾ എന്ത് ചെയ്യണം 1ഉമായിട്ട് എന്ത് ചെയ്യണം കണക്ട് ചെയ്യണം. നമുക്ക് ആൻസർ എന്ത് കിട്ടും? പറഞ്ഞോ, എന്താ കിട്ടും? കോമ അടുത്ത 0 0 1 0 1 1 അടുത്തത് 1 0 1 അത് കഴിഞ്ഞ് 1 1 1. ഇത്രയും എലമെന്റ് നമുക്ക് എന്ത് ചെയ്യും? അതിനകത്ത് കിട്ടും. ഇതാണ് എ ക്രോസ് എ എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചോണേ കേട്ടോ. അങ്ങനെ കൂടുതൽ ചോദിക്കാറില്ല, പക്ഷെ റയറായിട്ട് എപ്പോഴൊക്കെ ചോദിച്ച പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. സൂക്ഷിക്കുക നിങ്ങൾ കേട്ടോ. അടുത്ത ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇവിടെ ഇത്രയും മതി. അപ്പം നമ്മളെന്താണ് നമ്മുടെ എന്താണ് സെറ്റിൻ്റെ എന്താണ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.